ബാലന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ബാലൻ ഈ വീടിന്റെ സമാധാനം കളയുന്നീ, കുടുംബം നശിപ്പിക്കും, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും, നാട്ടുകാരെ കൊണ്ട് ബാലന്റെ മോൻ റൗഡി എന്ന് വരെയും പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആര്യനെ വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട്. എല്ലാവരും തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലൻ ശ്രമിക്കുന്നില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആര്യൻ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്നുണ്ട്. കമഴ്ന്ന് കിടക്കുന്നു പറഞ്ഞാൽ ശരീരം മുഴുവൻ ചോപ്പായിട്ടുള്ള അടയാളൊക്കെയാണ് കാണിക്കുന്നത്. കണ്ടാൽ പാവം തോന്നും. എന്തായാലും ധർമ്മജൻ വന്നിരുന്ന് പറയുന്നുണ്ട്, അമ്മാവൻ ഒരു കണ്ണി ചോരയില്ല, ഇങ്ങനെയുണ്ടാ, നീ എന്തായാലും പോത്തോ മാടോ അങ്ങാനാണോ ഇങ്ങനെ ഇട്ടടിക്കാൻ, അവളോട് നിന്റെ അമ്മാവന്റെ മോളല്ല, അവളോടൊന്നും മിണ്ടിയതിന് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ധർമ്മജൻ രോഷം കൊള്ളുന്നുണ്ട്. പിന്നാലെ അമ്മയും വരുന്നുണ്ട്. അമ്മ വന്നു കഴിഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മോനെ നിനക്ക് ഒരുപാട് വേദനിച്ചോടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ധർമ്മജൻ പറയുന്നുണ്ട്, ചേച്ചി എന്തൊരു സ്ത്രീയാണ്, ചേട്ടൻ അളിയൻ ഇങ്ങനെ തല്ലുന്ന കണ്ടിട്ട് അവനൊന്ന് പിടിച്ചു മാറ്റിയ പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിട്ട് ഗോമതിയോട് ദേഷ്യപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്യാനാടാ, നീ അവളോട് മോശമായ രീതിയിൽ സംസാരിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വശത്ത് നീ, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ കണ്ണീരൊഴുക്കണാണ് കാണിക്കുന്നത്. എന്തായാലും ഗോമതിയോടുള്ള ദേഷ്യത്തിന് പെട്ടെന്ന് തന്നെ ആര്യൻ ഷർട്ടൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല ആരോടും എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണ സമയത്തായിരിക്കും ഇത്ര കൂട്ടുകാരിയോട് സംസാരിക്കുന്നത്. അവന് നല്ലത് കിട്ടുന്നുണ്ടായിരുന്നു, ഒച്ചയൊക്കെ കേട്ടു എന്നൊക്കെ പറയുന്ന ആ സമയത്ത് പെട്ടെന്ന് ആര്യനെ കാണുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാടി എന്ന് പറയുന്നു. ഇങ്ങനെ അയ്യോ അച്ഛാ തല്ലല്ലേ, അയ്യോ അച്ഛാ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ പരിഹസിക്കുന്നു. എടി നീ നോക്കിക്കോ, ഇതിനേക്കാളും വലിയ ശക്തിയിൽ നീ ഒരു ദിവസം കരയും. അങ്ങനത്തെ ഒരുവനുണ്ട് നീ പ്രേമിക്കണേന്ന് പറഞ്ഞപ്പോൾ മിഥുനെ കുറ്റം പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുക. അത് നിനക്ക് അറിയില്ല, അവനെ കുറിച്ച് നീ നാട്ടുകാരോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം. അന്ന് നിന്നെ നീ കയറി കിടക്കണം നിന്റെ വീട് പോലും നിനക്ക് ഉണ്ടാവില്ല. അന്ന് നിന്റെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് വരാൻ നിനക്ക് തോന്നും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എവിടേക്ക് പോയാലും നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ രണ്ടുപേരും വീണ്ടും കയ്യാങ്കാളി, അവളോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞതൊക്കെ മറന്ന് ആര്യൻ അവളെ തല്ലാൻ വീണ്ടും മതിൽ ചാടുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഗോമതി വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. അമ്മ വിളിച്ചത് കൊണ്ട് ഞാൻ പോകുന്നു എന്നൊക്കെ പറയുമോ, അല്ലെങ്കിൽ നീ എന്നെ ഇപ്പൊ മൂക്കി കയറ്റുമെന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം തമ്മിൽ വഴക്കിട്ട് വീണ്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശും മീനാക്ഷിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മീനാക്ഷി കല്യാണക്കാര്യം ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 22 വയസ്സിൽ 20 വയസ്സിലൊക്കെ എൻ്റെ വീട്ടിലെ പെൺപിള്ളേരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് കാണണം, ഇല്ലെങ്കിൽ നീ ഇന്ന് ഞാൻ വേറെ ആരെങ്കിലും കെട്ടിപ്പോവും, പിന്നെ നിനക്ക് എന്നെ പിടിച്ചാൽ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഉണ്ടായ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആകാശ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അച്ഛൻ ചൂരലോണ്ട് അടിക്കുന്നതും പെടയുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ. എന്തായാലും മീനാക്ഷി പിണങ്ങി തന്നെയാണ് ആകാശിന്റെ അടുത്തുനിന്ന് പോകുന്നത്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് രാത്രിന് കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആര്യൻ. അമ്മയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ എല്ലാരും അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തി മുറിയിൽ നിന്ന് പോയി അമ്മനെ രഹസ്യമായി വിളിച്ചിട്ട് വന്ന് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മക്കൾക്കും കേക്കൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും മുറിച്ചു കൊടുത്തു. അങ്ങനെ അമ്മയും മക്കളും അമ്മാവനും കൂടി സന്തോഷിക്കുന്ന ഒരു ഭാഗമൊക്കെ ഇനി കാണിക്കുന്നത്. എല്ലാവരും അമ്മയുടെ പിറന്നാൾ രഹസ്യമായി ആഘോഷിച്ചു. അച്ഛൻ അറിയാതെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ ഗോമതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈശ്വര എൻ്റെ ബാലേട്ടനും മക്കൾക്കും ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അതേസമയം തന്നെ ആര്യം വന്ന് അമ്മനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. കൂടെ മോളും അമ്മാവനും ആകാശും ഒക്കെ വരുന്നുണ്ട്. ആകാശം ഒരു പൂവായിട്ടാണ് വരുന്നത്, ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ആനന്ദാണെങ്കിൽ അമ്പലത്തിൽ പോയി അമ്മയ്ക്ക് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് അമ്മയുടെ നെറ്റിയിൽ തൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എന്താണ് വിശേഷം? രാത്രിക്കലത്തെ പരിപാടി രാത്രിയല്ല, അമ്മയുടെ പിറന്നാളായിട്ട് എന്താ ആഘോഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ആഘോഷം, എല്ലാ കൊല്ലം അച്ഛൻ എന്തെങ്കിലുമൊക്കെ സമ്മാനം വാങ്ങിച്ചു തന്നിരുന്നാണ്. ഇക്കൊല്ലം അച്ഛൻ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു വിചാരിച്ചു, അതുപോലും ഉണ്ടായില്ല. അച്ഛൻ കടയിലേക്ക് പോയി, അത് നന്നായി. അച്ഛൻ മറന്നോ? അപ്പൊ ആങ്ങളെ പറയുന്നുണ്ട്, ചേച്ചി 18 വർഷമായില്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും മറന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പോടാ നീ, നിനക്ക് എന്തൊരു അനുഭവമാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ പിറന്നാളൊക്കെ മറക്കുമെന്ന് പറയാന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ആരും എനിക്ക് കല്യാണം കഴിച്ചു തരുന്നില്ലല്ലോ, എന്നെ കെട്ടിക്കണം എന്നുള്ളൊരു വിചാരം നിങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഗോമതി എന്ന് വിളിച്ച് ബാലൻ വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പേടിച്ച് വട്ടം കൂടി നിൽക്കുന്നുണ്ട്. എന്താ ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് പരിപാടി, എന്താ നിങ്ങൾക്ക് ആർക്കും ജോലിക്കും ഓഫീസിലും പോണ്ടേ എന്നൊക്കെ ചോദിച്ച് ബാലൻ എല്ലാവരെയും വഴക്കൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും ഗോമതി അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാവുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പോലും ബാലേട്ടൻ മറന്നു എന്ന് ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഗോമതി വിഷമത്തോടെ നിൽക്കുന്നതോടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം.